ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒരു പുതിയ നിയമം വരികയുണ്ടായി. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഗാർഹിക പീഡനം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിനെതിരെ നിയമങ്ങൾ ഇവിടെയുണ്ട്, അതിനെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യം, ഗാർഹിക പീഡനം നിയമവിധേയമാക്കിക്കൊണ്ടാണ് താലിബാന്റെ പുതിയ നിയമം അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ടുള്ളത്. അതായത് സ്ത്രീകളെ മർദ്ദിക്കാം, കുട്ടികളെയും മർദ്ദിക്കാം. അത് യാതൊരു തരത്തിലുള്ള കുഴപ്പമുള്ള ഒരു കാര്യമല്ല, അതൊരു നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നല്ല. പുരുഷന് വേണമെന്നുണ്ടെങ്കിൽ സ്ത്രീയെ മർദ്ദിക്കാം, അതുപോലെ തന്നെ കുട്ടികളെയും മർദ്ദിക്കാം. ഒരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവില്ല. ഇതാണ് അഫ്ഗാനിസ്ഥാനിലെ പുതിയൊരു നിയമം വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇത് പുതുതൊന്നല്ല. നമ്മളിത് പരിശോധിച്ച് പോകുമ്പോൾ എവിടെ നിന്നുമാണ് ഇത് വരുന്നത് എന്ന് പരിശോധിച്ച് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അവിടെ കാണാൻ കഴിയും. ഇസ്ലാമിൽ ഖുറാനിൽ 4:34 പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ തല്ലാം അല്ലെങ്കിൽ ഭാര്യയെ തല്ലാം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്നോണമാണ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഭരണങ്ങളുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലൊടിയുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ കീറിയിട്ടുള്ള മുറിവുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രം പുരുഷന് ശിക്ഷ ലഭിക്കും. അതല്ലാത്ത തരത്തിലുള്ള ഏത് അടി, തൊഴി, അതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും, എല്ലാം ഒടിഞ്ഞാലെങ്കിലും പുരുഷന് ശിക്ഷയുണ്ടല്ലോ എന്ന്. പക്ഷേ അത് കിട്ടുന്നത് കേവലം 15 ദിവസമാണ്. ഈ പറയുന്ന സ്ത്രീ, ഈ പറയുന്ന ഭാര്യ ഭർത്താവിന്റെ സമ്മതമില്ലാതെ അവരുടെ ബന്ധുക്കളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ 3 മാസം മിനിമം അവർക്ക് തടവ് ശിക്ഷയാണ്. ആ സമയത്താണ് നിങ്ങൾ ഭാര്യയുടെ എല്ലൊടിച്ച ആ പറയുന്ന മഹാന് 15 ദിവസം മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് വേറെ കാര്യമുണ്ട്. തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകണം. കോടതിയിൽ പോയി കോടതിക്ക് ഇത് മനസ്സിലാവണം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഈ മനസ്സിലാവുന്ന സമയത്ത് ഒരു നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം പൂർണ്ണമായിട്ട് മറച്ചിട്ടുണ്ടായിരിക്കും. ഈ ശരീരത്തിന് മുകളിലായിരിക്കുമല്ലോ മുറി, നമ്മുടെ ശരീരത്തിലാണല്ലോ മുറി, അതല്ലേ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതാണല്ലോ നമ്മൾ തെളിയിക്കാൻ നോക്കുന്നത്. അപ്പോൾ ശരീരം കാണിക്കരുത്, പൂർണ്ണമായിട്ടും മറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന മുറി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലോടിയിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ കഴിയില്ല. ഈ മറ്റൊന്നുള്ളത്, ഈ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്ത്രീ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഈ സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റ് പുരുഷ അംഗങ്ങൾ ആരെങ്കിലും ഒക്കെ കൂടെ വേണം. അങ്ങനെ പോകാൻ പറ്റൂ. അതായത് ഈ പറയുന്ന വ്യക്തി ആ ക്രിമിനലിന്റെ കൂടെ കോടതിയിലേക്ക് പോകണം. അപ്പോൾ ഒരു തരത്തിലും സ്ത്രീയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ പുരുഷന് ഒരു തരത്തിലും ശിക്ഷ ലഭിക്കരുത് എന്ന ആ ഒരു അജണ്ടയോടുകൂടി തന്നെ വന്നിട്ടുള്ള ഒരു പുതിയ നിയമമാണിത്. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം നടന്നാൽ കൂടി വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ നാട്ടിലുള്ള ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ, പുരോഗമനവാദികളായിക്കോട്ടെ, ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഈ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വിഷയം അവർക്കൊരു പ്രശ്നമല്ല. അതിനെക്കുറിച്ച് അവർ സംസാരിക്കില്ല, അതിനെക്കുറിച്ച് അവർ എഴുതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ: ഇസ്ലാം. അവിടെ ഇസ്ലാം ഭരണമാണ് നിലനിൽക്കുന്നത്, ഇസ്ലാമാണ് ശത്രു, അതുകൊണ്ട് എഴുതില്ല അല്ലെങ്കിൽ പറയില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കരുത് എന്നല്ല ഇതിനർത്ഥം. അവിടെയും നടക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളാണ്, ഇവിടെയും നടക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളാണ്. അത് അംഗീകരിക്കാൻ തയ്യാറാവണം, സെലക്റ്റീവ് അല്ലാതെ പ്രതികരിക്കാൻ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഈ പറയുന്ന ആയിരക്കണക്കിന് സ്ത്രീകളെ നരകത്തിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.